ഒക്കെ ആയിട്ട് ഇന്നത്തെ ഇൻട്രോ ഞാനാണ് പറയുന്നത്. നീ ഇതൊക്കെ ചെറിയൊരു വയ്യായ്മയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ തീരുമാനിച്ചത്. ഇന്ന് വ്യത്യസ്തമായൊരു സേമിയ പായസം ഉണ്ടാക്കുന്നത്. കോഫി പൗഡറൊക്കെ ഇട്ട് പിന്നെ കശുവണ്ടിയൊക്കെ അരച്ച് ചേർത്തിട്ട് വ്യത്യസ്തമായൊരു ടേസ്റ്റിലാണ് ഇന്നത്തെ ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടുപോകും. 2020 ആരംഭിക്കല്ലേ, അപ്പൊ നമുക്കൊരു മധുരത്തിൽ ആരംഭിക്കാം കൂടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് നമ്മുടെ സേമിയ പായസത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത്, എങ്കിലും ഇതൊന്നുകൂടി നെയ്യിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, എന്നാലേ നമുക്കത് പെർഫെക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ പഞ്ചസാര, പിന്നെ വേണ്ടത് പാലപ്പോൾ ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ് പായസം വേഗം റെഡിയാക്കാനായിട്ട്. പിന്നെ കാഷ്യൂനട്ടും റൈസിൻസും വേണം. ഇതിൽ നമ്മൾ കുറച്ചധികം കാഷ്യൂനട്ട്സ് ചേർക്കുന്നുണ്ട്. കാഷ്യൂനട്ട്സ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൗരി ചേർത്തിട്ട് പായസം ഉണ്ടാക്കാം. ഇത് രണ്ടും ഒഴിവാക്കിയിട്ടും പായസം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് കൂടുതൽ ടേസ്റ്റുള്ള ഒരു പായസമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സേമിയ പായസത്തേക്കാൾ വളരെ നല്ലൊരു ടേസ്റ്റിലാണ് ഈ പായസം ഉണ്ടാവുക. അപ്പോൾ ഇത് 200 ഗ്രാമിൻ്റെ പാക്കറ്റിൽ ഞാൻ 100 ഗ്രാമാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് എനിക്ക് അടുത്ത ദിവസം ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് 2 പർപ്പസിലാണ്. പിന്നെ അധികം പായസം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ 100 ഗ്രാമിന് ഞാൻ 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെള്ളം ചേർക്കും കേട്ടോ, പാലിന് തിക്നെസ് കൂടുതലാണ്. പിന്നെ നമ്മൾ കാഷ്യൂനട്ടൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ പായസം വീണ്ടും നല്ല തിക്കായിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള പായസമായി വരും. അതുകൊണ്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പായസം റെഡിയാക്കുന്നത്. ഞാനിപ്പോൾ പാല് തിളപ്പിച്ചപ്പോൾ വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ സേമിയ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യിൽ തന്നെ ഫ്രൈ ചെയ്യണം. പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ സേമിയ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നെയ്യ് ചേർക്കാം. നെയ്യൊക്കെ ചേർക്കുന്നത് എല്ലാവരുടെയും പേഴ്സണൽ ചോയ്സാണ്. ഇത്ര അളവ് എന്നൊന്നും പറയുന്നില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സേമിയ, ഇത് ചെറിയ സേമിയ വാങ്ങിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചേർക്കുന്നത്. വലിയ സേമിയ ആണെങ്കിൽ ചെറുതായിട്ട് മുറിച്ച് എടുത്തിട്ട് ചേർക്കാം. നെയ്യ് ഒരുപാടങ്ങ് ചൂടായി പോകുന്നതിന് മുന്നേ തന്നെയായിട്ട് നമുക്ക് സേമിയ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നെയ്യും സേമിയയും ചേർന്നിട്ട് ഒരുമിച്ച് തന്നെ ചൂടായി വന്നോളും. ഓവറായിട്ട് അങ്ങോട്ട് ചൂടായി പോകണ്ട. പിന്നെ നിങ്ങൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടാണ് പായസം ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെള്ളം തിളപ്പിച്ചത് ആഡ് ചെയ്യുന്നില്ലെങ്കിൽ പാല് തിളപ്പിക്കുമ്പോൾ വെള്ളം തിളപ്പിച്ചാലും മതി. പിന്നെ നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് പായസം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സേമിയ ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ പാലും വെള്ളവും എല്ലാം ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം. അതാവുമ്പോൾ ടേസ്റ്റ് കുറവായിരിക്കും പായസത്തിന്. നമ്മൾ പാലിൽ സേമിയ ഇട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കുമ്പോഴാണ് ടേസ്റ്റ് വരിക. പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്നത് ഒരു 15ഓളം കാഷ്യൂനട്ട്സ് എടുത്തിട്ടുണ്ട്. തിളപ്പിച്ച പാലിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇപ്പോഴല്ല, പാലിൻ്റെ ചൂടൊന്ന് മാറി വരുമ്പോൾ. അപ്പോൾ സേമിയ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക, ഇല്ലെങ്കിൽ കളർ വേഗം തന്നെ മാറിപ്പോവും സേമിയയുടെ. അപ്പോൾ നമ്മുടെ സേമിയ ഫ്രൈ ആയി വന്ന് തുടങ്ങുന്നുണ്ട്. 1 മിനിറ്റ് മതി കേട്ടോ. നമ്മൾ വറുത്ത സേമിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ 1 മിനിറ്റ് നെയ്യിൽ ഫ്രൈ ചെയ്യുക. വറുക്കാത്ത സേമിയാണെങ്കിൽ ഈ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് നമ്മൾ വാങ്ങിക്കുന്ന സേമിയയുടെ തിക്നെസ് അനുസരിച്ച് ഫ്രൈയിങ് ടൈമിൽ വ്യത്യാസം വരും. ഒരുപാട് അങ്ങ് കളർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിനി ഇതിലേക്ക് തിളപ്പിച്ച പാല് ചേർക്കാൻ പോവാണ്. കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് പായസം, ഏത് പായസം, പാൽപ്പായസം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അല്ലാതെ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള പായസം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും കുറച്ച് പാലെടുത്ത് വയ്ക്കുക. പായസം കുറുകി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണത്. ഞാൻ 1 കപ്പ് പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, അത് ചേർത്ത് ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം ലൂസായി കിട്ടും. അപ്പോൾ തേങ്ങാപ്പാലാണെങ്കിൽ തേങ്ങയുടെ 1-ാം പാലാണ് എടുത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വെള്ളവും തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെള്ളവും കൂടി ചേർക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കാഷ്യൂനട്ടൊക്കെ അരച്ച് ചേർക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സേമിയ ഒന്ന് തിളച്ച് കുക്കായി വരട്ടെ. ഇപ്പോൾ കുറച്ച് ഇതുപോലെ കട്ടയായിട്ടിരിക്കുന്നുണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അതൊന്ന് തിളച്ച് വരുമ്പോൾ വിട്ട് വന്നോളൂ കേട്ടോ.
വളരെ ഈസി ആയിട്ടുള്ള സേമിയ പായസമാണ്, പക്ഷെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഈ സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമ്മുടെ കാഷ്യൂനട്ടൊക്കെ അരച്ചെടുക്കാം. അപ്പോൾ തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വയ്ക്കുന്നത്. തിളച്ച് കഴിഞ്ഞ് സേമിയ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കും. പായസം ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഇത് നമ്മുടെ പായസം തിളച്ചു തുടങ്ങി. ഇതൊരു 3 മിനിറ്റ് വരെ തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ സേമിയ ഒന്ന് കുക്കായി തുടങ്ങും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി ലോ ഫ്ലെയിമിലാണ് ഞാൻ 3 മിനിറ്റ് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ പായസം തിളച്ച് തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയി. ഇപ്പോൾ നമ്മൾ സേമിയ ഒന്ന് ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ സേമിയ കുക്കായിട്ടുണ്ട്. എൻ്റെ കൈ പൊള്ളുന്നുണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് മുറിക്കുമ്പോൾ നന്നായിട്ട് മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ സേമിയ കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് നമ്മൾ സേമിയ എടുക്കുന്ന തിക്നെസ് അനുസരിച്ച് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ പഞ്ചസാര ചേർക്കാം. ആദ്യമേ തന്നെ കാഷ്യൂനട്ട് അരച്ചതല്ല ചേർക്കുന്നത്, ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർത്തതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിക്കാം കേട്ടോ. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവണം, സേമിയയിലേക്കൊന്ന് പിടിച്ചു വരണം. അതിനാണ് 2 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിക്കുക എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് മധുരത്തിൽ വ്യത്യാസം വരുത്താം. ഇപ്പോൾ ഞാൻ കാഷ്യൂനട്ട് അരച്ച് വെച്ചിരിക്കുന്നത് ഇതുപോലെയാണ്, ചെറിയ തരികളോടെയാണ് അരച്ച് വെച്ചിട്ടുള്ളത്. ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണ്ട കേട്ടോ. നമ്മളിപ്പോൾ കറിയിലൊക്കെ അരയ്ക്കുന്ന പോലെ അരയ്ക്കേണ്ട. ചെറിയ തരികളുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ആ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് ചെറിയ തരികളോട് അരയ്ക്കുന്നത്. പിന്നെ ഒട്ടും തന്നെ തരികൾ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം വേഗം തന്നെ തിക്കായി പോവും. നമുക്ക് സേമിയയിലേക്ക് ആ മധുരം പിടിക്കാനുള്ള ടൈം കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ ഈ ഒരു കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്യുള്ളൂ. പിന്നെ ചൗവരിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ, ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയാം, ചൗവരി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് സേമിയയും പാലും ചേർത്ത് തിളപ്പിക്കുമ്പോൾ ഒരുമിച്ച് തന്നെ ചേർത്തിട്ട് കുക്ക് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ചൗവരി വേറെ വേവിച്ചിട്ട് നമുക്ക് ഈ സേമിയയുടെ കൂടെ സേമിയ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ചൗവരി ചേർത്താലും തിക്നെസ് കിട്ടും, പക്ഷെ കാഷ്യൂനട്ട് അരച്ച് ചേർത്തിട്ടുള്ള പായസത്തിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കില്ല ചൗവരി പായസത്തിന്. അതാണ് വ്യത്യാസം വരുന്നത്. പിന്നെ നമുക്ക് ഏലക്കപ്പൊടിയാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ ഏലക്കപ്പൊടി ലാസ്റ്റ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർക്കാം, ഇടയ്ക്ക് ചേർക്കാം. ലാസ്റ്റ് ചേർക്കുമ്പോൾ ആ ഫ്ലേവർ കൂടുതൽ സമയം നമ്മുടെ പായസത്തിൽ നിൽക്കും. ഇടയ്ക്ക് ചേർക്കുമ്പോൾ കുക്കായി വരുന്നതനുസരിച്ച് ആ ഫ്ലേവറിൽ ചെറിയ വ്യത്യാസം വരും. അപ്പോൾ നമുക്കിനി ഒന്ന് മധുരം ചെക്ക് ചെയ്യാം. മധുരം കുറവാണോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുറവാണെങ്കിൽ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പായസം പഞ്ചസാര ചേർത്ത് കുറുക്കി എടുത്തിട്ടുണ്ട്. സേമിയ പായസം എപ്പോഴും പാലിൽ കിടന്ന് സേമിയ വെന്ത് കുറുകി വരുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. അല്ലാതെ വെറുതെ സേമിയ പാലിലേക്കിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ കുറുകി എടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലേക്ക് ഇനി കാഷ്യൂനട്ടും ഏലക്കപ്പൊടിയും റൈസിൻസും എല്ലാം ചേർത്തിട്ട് പായസമായിട്ട് കഴിക്കാം. ബാക്കി ഞാൻ ചെയ്യുന്ന സ്റ്റെപ്സ് ചെയ്യണമെന്നില്ല, താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം, കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്തിട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഈസി സേമിയ പായസം റെഡിയാവും. കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്യൂനട്ടും കൂടി ഈ പായസത്തിലേക്ക് മിക്സ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒന്ന് തിളപ്പിക്കുക. ഇനി വേഗം കുറുകും, അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കണം. ഇപ്പോൾ ചൗവരി ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പ്രശ്നം വരില്ല. കാഷ്യൂനട്ട് ആണെങ്കിൽ ഈ വേഗം കുറുകുന്നൊരു വിഷയമുള്ളൂ. അപ്പോൾ ഒന്ന് കൈയെടുക്കാതെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പഞ്ചസാരയുടെ അളവ് പറയുകയാണെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു അളവിൽ പായസം ഉണ്ടാക്കാനാണെങ്കിൽ ഒരു 120 ഗ്രാം പഞ്ചസാര മതി കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള മധുരമല്ല, പായസം കഴിക്കാൻ പറ്റിയ മധുരമാണ് 120 ഗ്രാം പഞ്ചസാര എന്ന് പറയുമ്പോൾ. പിന്നെ മധുരം അത്യാവശ്യം കഴിക്കാം എന്നുള്ള ആളുകൾക്ക് 140 ഗ്രാം പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 120 ഗ്രാം പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താം. അത് ഓരോരുത്തർക്കും. ഡയബറ്റിക് എന്ന് പറയുമ്പോൾ ഡയബറ്റിക് ആയിട്ടും പായസം കുടിക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർക്കാണല്ലേ. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക്
അത്രയും പഞ്ചസാര ഇട്ട് കഴിച്ചാൽ ഒരു കുഴപ്പമില്ലെന്നല്ല എൻ്റെ അർത്ഥം. അതെ, ഡയബറ്റിക് ആണെങ്കിലും പായസം കുടിക്കണം എന്ന് നിർബന്ധമുള്ള ആളുകൾ പലരും ഉണ്ടാവും, ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ പോലെ. ഇടയ്ക്ക് പായസം കുടിക്കണം ഡയബറ്റിക് ആണെങ്കിൽ. എനിക്ക് മാസത്തിലൊരു പായസം എന്നാണ് എന്റെ അടുത്ത് ഇന്നാളും ഒരു ദിവസം പറഞ്ഞത്. പക്ഷെ ഞാൻ ഉണ്ടാക്കാറില്ല. എന്താന്ന് വെച്ചാല് ഇപ്പൊ ഓണത്തിന് പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓണത്തിന് പിന്നെ നമുക്ക് പായസം ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ പായസം ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് 6 മാസത്തിലൊരിക്കൽ എന്നുള്ള രീതിയിലേക്കൊക്കെ ആയി. അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കിയിട്ട് കുറേ കാലമായിട്ടോ. അപ്പോൾ ഒരു വർഷമായിട്ടുണ്ടാവില്ലേ? ഒരു വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു 2-3 മാസം കൂടുമ്പോൾ പായസം ഉണ്ടാക്കിയിരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് എന്ന് സ്പെഷ്യലായിട്ട് പറഞ്ഞത്. എല്ലാ ഡയബറ്റിക് പേഷ്യൻസും പായസം കുടിക്കണമെന്ന് നിർബന്ധമുള്ളവരല്ല. ചിലർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവർക്ക് ഇതുപോലെ ഒന്ന് മധുരമൊക്കെ കുറച്ച് പായസം റെഡിയാക്കി കൊടുക്കുക. പിന്നെ പായസം കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ ഉലുവപ്പൊടിയും കുറച്ചും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ബാലൻസ് ആയിക്കോളും. ഷുഗർ കൂടി വന്ന ഷുഗർ കൂടെ താഴ്ന്നു കിട്ടും. ഇല്ലെങ്കിൽ പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിക്കാം. അങ്ങനെയൊക്കെ നമുക്കൊന്ന് കോംപ്രമൈസ് ചെയ്യാം. ഇടയ്ക്കൊക്കെ ഒരു മധുരം കഴിക്കണ്ടേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ വീട്ടിൽ ചായയും ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. എവിടെയെങ്കിലും പോകുമ്പോൾ ചായ കുടിക്കുക എന്നല്ലാതെ ചായ ഒന്നും ഉണ്ടാക്കാറില്ല. ഇപ്പോൾ നമ്മുടെ പായസം കുറുകി തുടങ്ങി. ഇത്രയും മതി. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ ചൂട് മാറി വരുമ്പോൾ വീണ്ടും കുറുകും. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് പൊടിച്ചു വച്ചിരിക്കുന്ന ഏലക്കപ്പൊടി, അത് 1 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ചില ആളുകൾക്ക് ഏലക്കപ്പൊടി അത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ആഡ് ചെയ്യാം. ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ പായസത്തിൻ്റെ ടേസ്റ്റ് കൂട്ടുള്ളൂ. അതുകൊണ്ട് 1 ടീസ്പൂൺ ചേർത്താലും ഒരു കുഴപ്പമില്ല. നല്ല രുചിയുള്ള പായസം നമുക്ക് കഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ 2 പേരും കൂടി ഇരുന്നിട്ട് പായസം ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് വൈകിട്ടൊന്ന് ഫോട്ടോ വെച്ച് പോരെ പോകണം എന്നുള്ള പരിപാടി അല്ലാതെ വേറെ ഇന്നും ഇങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ പായസം റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ചോറിനുള്ള കറി ഉണ്ടാക്കാൻ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വയ്ക്കട്ടെ. നമുക്ക് കാഷ്യൂനട്ടൊക്കെ ഫ്രൈ ചെയ്യാം. ഇതിൽ കാഷ്യൂനട്ടും റൈസിൻസും എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നെയ്യും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ കാഷ്യൂനട്ട് അരച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നില്ല, കുറച്ചേ ചേർക്കുന്നുള്ളൂ. കാഷ്യൂനട്ടിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും നമ്മുടെ പായസത്തിന്. അപ്പോൾ കുറച്ച് കാഷ്യൂനട്ട് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്ക് കാഷ്യൂനട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഭംഗിക്ക് മേളിലിടാൻ മുഴുവനായിട്ട് തന്നെയും പിന്നെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ റൈസിൻസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് ഒന്ന് ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് റൈസിൻസ് ആഡ് ചെയ്യാം. ഇട്ടോളൂ. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഈ നമ്മുടെ റൈസിൻസും കാഷ്യൂനട്ട്സും പായസത്തിലേക്ക് ചേർക്കാം കേട്ടോ. കുറച്ച് മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സേമിയ പായസം റെഡി. ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇടയ്ക്കൊന്ന് കുറുകി പോവുകയാണെങ്കിൽ മാറ്റി വെച്ചിരിക്കുന്ന തിളപ്പിച്ച പാല് കുറച്ച് ചേർക്കാം. അപ്പോൾ മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് ഇളക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ നമ്മുടെ സേമിയ പായസം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ പായസം ഉണ്ടാക്കിയപ്പോൾ ഉള്ള കളറല്ലല്ലോ, ചെറിയതായിട്ട് എന്താണ് ഒരു വ്യത്യാസം വന്നിരിക്കുന്ന പായസത്തിൻ്റെ മുകളിൽ നിന്ന്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് കൂട്ടാനും അതുപോലെ ഭംഗി കൂട്ടാനുമായിട്ട് കുറച്ച് ബ്രൂ അല്ലെങ്കിൽ നെസ്കഫെ ഏതെങ്കിലും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാലിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്യുക. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ആവണം. അതൊന്ന് തിളപ്പിച്ച പാലിൽ തന്നെ ചേർക്കണം കേട്ടോ. ഇതൊന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മൾ ഈ പായസത്തിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവും. പിന്നെ കോഫി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, കോഫി ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ പായസം കൂടുതലായിട്ട് ഇഷ്ടമാവും. ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യട്ടെ. പായസം തിക്കായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു കോഫി ചേർക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പായസത്തിൻ്റെ കളറും ഒന്ന് മാറിക്കിട്ടും, അതുപോലെ ടേസ്റ്റ് കൂടുതലായി കിട്ടുകയും ചെയ്യും.
സാധാരണ സേമിയ പായസത്തിൽ നിന്ന് കുറച്ചുകൂടി കൂടുതൽ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ ഇപ്പോൾ കണ്ടോ നമ്മുടെ പായസത്തിൻ്റെ കളർ മാറി വരുന്നുണ്ട്. ഇളക്കുന്നതനുസരിച്ച് ആ ഒരു പിങ്ക് പാലടയുടെ കളറായിട്ട് വരും നമ്മുടെ പായസം. അപ്പോൾ എല്ലാവരും എന്തായാലും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഉടനെ തന്നെ ഒരു സേമിയ പായസം ഉണ്ടാക്കി കഴിക്കൂ. ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട്, ഈസി ആണോ, അതുപോലെ കാഷ്യൂനട്ടൊക്കെ അരച്ച് ചേർത്തിട്ടുള്ള സേമിയ പായസം എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടി തരിക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.